ഹലോ എൻ്റെ എല്ലാ ചങ്കൂട്ടുകാർക്കും ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോണത് KDM-A3 എന്ന് പറഞ്ഞ മൈക്രോഫോണാണ്. ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചത് ബോയയുടെ മൈക്കാണ്. സിനിമോനാണ്, അത് സെൽഫി പോയിന്റിലെ സിനിമോനാണ് എനിക്ക് ആ മൈക്ക് സ്പോൺസർ ചെയ്തത്. പക്ഷേ ഈ KDM-A3 അവനാണ് എനിക്ക് സ്പോൺസർ ചെയ്തത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ 4 വർഷത്തെ ജേണിയിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മൈക്രോഫോൺ, വയർലെസ് മൈക്രോഫോൺ യൂസ് ചെയ്യണത്. ഒരുപാട് സന്തോഷമുണ്ട് സിനിമോനെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡറി ഫോണിൻ്റെ ക്യാമറയുടെ മൈക്രോഫോൺ വെച്ചിട്ടാണ് ഈ റെക്കോർഡ് ചെയ്യണത്. ഇനി നമുക്ക് ബാക്ക് ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം മൈക്ക് വെച്ചിട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതേ നോക്കി, ഇതാണ് നമ്മുടെ KDM-ൻ്റെ ബോക്സ്. KDM-A3 വ്ളോഗർ എന്നാണ് ഈ മൈക്രോഫോണിൻ്റെ പേര് വരുന്നത്. കോമ്പാക്ട് വയർലെസ് കോളർ മൈക്രോഫോൺ ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്മിഷനും ഒരു റിസീവറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടത്. കണ്ട, ഇങ്ങനെ അൺബോക്സ് ചെയ്യണം. നോ അൺബോക്സിങ് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും? ഇപ്പം ശരിയാക്കി തരാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സാധനങ്ങൾ, ഈ ഫോട്ടോ കാണിച്ച 2 സാധനവും ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെട്ടിനൊന്ന് തട്ടിക്കളയാം. അവിടെ നിൽക്കട ചക്ക. ഇതിനകത്ത് കണ്ട KDM-ൻ്റെ RX-ഉം TX-ഉം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ RX എന്താണ് TX എന്താണെന്ന്. നോ പ്രോബ്ലം, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാറ്റലോഗ് നോക്കിയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ റിസീവറാണ്, RX എന്നുള്ളത് റിസീവറാണ്. ഇതാണ് നമ്മുടെ TX. ഓക്കെ, അപ്പോൾ എന്ത് സാധനമാണ് പ്ലഗ് ഇൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം RX എടുത്ത് പുറത്തോട്ടെടുക്കാം. RX നമ്മൾ പുറത്തോട്ടെടുത്ത്, ഇനി TX-ഉം പുറത്തോട്ടെടുക്കാം. TX-ഉം പുറത്തോട്ടെടുത്ത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ടിപ്പ് ഇതിനകത്ത് ഉള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പുറത്തോട്ടെടുത്തിട്ട് ഇത് ഇവിടെ നിൽക്കട്ടെ, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഇത് തുറന്നു, ഇതും തുറന്നു. അതിനുശേഷം വരണത് നോക്കി, C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. അത് നമുക്കിത് എവിടെയാണ് കണക്ഷൻ ചെയ്യേണ്ടത്? കണ്ട, ഇവിടെയാണ് കണക്ഷൻ ചെയ്യേണ്ടത്, ഇതിനകത്ത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതാണ് C ടൈപ്പ്. അതുകൂടാണ്ട് നമുക്ക് ഇതിനകത്ത് വരണത് ഒരു ഓക്സ് കേബിൾ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് കണക്ഷൻ വേണമെങ്കിൽ ഇപ്പോൾ ഓഡിയോൻ്റെ, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ ഫോണിൽ, നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ഓഡിയോ ജാക്കിൻ്റെ സ്ലോട്ട് ഉണ്ട് കണ്ടോ. ഐഫോണിലൊന്നും ഇല്ല ഇപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിയോ ത്രൂ നമുക്കിത് കണക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തന്നെ ഓഡിയോ ജാക്ക് ഈ C ടൈപ്പിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. നമുക്ക് ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, പിന്നെ C ടൈപ്പിൻ്റെ കേബിളും വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ചാർജിങ്ങിൻ്റെ ഇത് 2 നമ്മുടെ മൈക്രോഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, USB ടൈപ്പ് പ്ലഗാണ് വരുന്നത് അഡാപ്റ്ററിൽ കുത്താൻ. അതുകൂടാണ്ട് C ടൈപ്പിൻ്റെ സ്ലോട്ടാണ് വന്നേക്കണം. ഒരു നമുക്ക് 1 ടൈം 2 ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ട. 2 നമുക്ക് ചാർജ് ചെയ്യാം കണ്ട. അപ്പോൾ USB കുത്തുക, എന്നിട്ട് ഇതിനകത്ത് ചാർജ് ചെയ്യാം. ഈ ഇത്രയും കാര്യങ്ങളാണ് വന്നത്. പിന്നെ ഇത് കാറ്റലോഗ് ഉണ്ട്, ഇതിനകത്ത് വിശദ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും കണ്ട് അവരുടെ പ്രൊഡക്റ്റൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് കണ്ട. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലൈറ്റ് വരും, ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കണക്ഷൻ ആവണമെന്ന് അങ്ങനെ കാണിച്ചു തരാം. RX-ലും പവർ ബട്ടൺ ഉണ്ട്. അതെവിടെയാണ്? അത് തൊട്ട് മേളിൽ. ഇതും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പെയർ ആയി കഴിഞ്ഞാൽ ഈ ബ്ലിങ്കിങ് കംപ്ലീറ്റ് നിൽക്കും. ഓക്കെ, പിന്നെ ഇത് ഇവിടെ നമുക്കൊരു വോളിയം ബട്ടൺ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ നമുക്കിവിടെ കുറക്കാൻ പറ്റും. RX-ലിട്ടാ ഒന്ന് ബ്ലിങ്ക് ആവും, കുറയും. ഇത് ഒന്നിൽ തന്നെ നിൽക്കുള്ളൂ, തോന്നുന്നു കുറയില്ല. അപ്പോൾ കൂട്ടാറാണെങ്കിൽ അപ്പടിക്കുക, കൂടി സെക്കൻഡായി വോളിയം
വോളിയം മാക്സിമം ആയി. ഓക്കെ, ഇതാണ് നമ്മുടെ റിസീവർ കേട്ടോ. ഈ റിസീവർ നമ്മളിവിടെ മാറ്റി വെച്ചു. ഇനിയാണ് നമ്മുടെ TX ഉണ്ടാ. ഇതിനകത്ത് നമുക്ക് 3 ഓപ്ഷൻ വരുന്നുണ്ട്. എന്താണ് നമ്മുടെ നോർമൽ വോയിസ്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ, പിന്നെ സറൗണ്ടിങ്. എക്കോ വോൾട്ട് ഓപ്ഷനാണ്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. എക്കോ വോൾട്ട് ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നോർമലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇത് ഇവിടെ പ്ലസ് ആൻഡ് ബട്ടൺ ഉണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മാറില്ല, സോറി, പവർ ബട്ടൺ ആണ് മറന്നു. സോറിടാ, പവർ ബട്ടൺ ആണ് അമർത്തേണ്ടത്, പ്ലസ് അല്ല പവർ ബട്ടൺ. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. കണ്ട, പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് കണക്ഷൻ ചെയ്തിട്ടുള്ള സംഭവം നോക്കാം. അപ്പം എന്തൊക്കെയാണ് എങ്ങനെ നോക്കാം. ഇപ്പോൾ സിമ്പിളാണ് കൊണ്ടത്. ഇത് കണ്ട, ഈ മൈക്കിൻ്റെ ഒരു സംഭവം കണ്ട, ഇതാണ് നമ്മുടെ കഴുത്തി കൂട്ടുന്നത്. കഴുത്തി കൊളത്തി വെക്കേണ്ടത് ഇതാണ് TX കേട്ടാ. ഇത് നമ്മുടെ ഫോണിൽ കുത്തി വെക്കണം. മാക്സിമം വോളിയം ആക്കി വെക്കുക, ഫോണിൽ കുത്തണം. ഇനി നമുക്ക് കണക്ഷൻ ചെയ്തിട്ടുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുത്തിയിട്ടുണ്ട്. ഇതേ കണ്ട, TX ട്രാൻസ്മിഷൻ X റിസീവർ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ മൈക്കിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. ഈ മൈക്ക് നിങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് പറയണത്. നമ്മൾ തുടക്കക്കാരും ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പോൾ നോക്കിയാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണത് നോർമലായിട്ടുള്ള ഇതിനകത്താണ്. ഇനി നമുക്ക് നോയിസ് ക്യാൻസലേഷൻ നോക്കാം. എന്തോരം നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഹലോ ചെക്ക്, ഹലോ. ഇത് നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ ഇട്ടേക്കണം. എന്തോരം എഫക്റ്റ് ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഹലോ ചെക്ക്, ഹലോ. എക്കോ മോഡ് മീൻസ് നമ്മുടെ ഈ ഹാളിലേക്ക് ഇരുന്ന് ഹലോ എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് വെക്കില്ല. ആ സൗണ്ട് എക്കോ പോലെ വരും. ഇപ്പം നിങ്ങളെ പേടിപ്പിക്കുക. ഹല്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഹലോ, നിങ്ങൾക്ക് കേൾക്കാമോ? നമ്മുടെ പുതിയ മൈക്രോഫോൺ എങ്ങനെയുണ്ട്? എക്കോ ആയിട്ടിരിക്കുന്നുണ്ടോ? ഹലോ. ഗൈസ്, അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ മൈക്രോഫോൺ വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ നോർമലാണ് ഇട്ടേക്കണത്. മറ്റേ സറൗണ്ടിങ് നോയിസ് ക്യാൻസലേഷൻ എനിക്ക് അത്ര എഫക്റ്റ് ആയിട്ട് തോന്നിയില്ല. ഇത് മതിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ 2000 റുപ്പീസാണ് MRP കാണിച്ചിരിക്കുന്നത്. അതിന് താഴെ ആയിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. ആമസോണിൽ നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ KDM A3 എന്നും പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഇന്ത്യൻ ബ്രാൻഡാണ്. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈസി ടു യൂസ് ആണ്. അധികം നൂലാമാലകളൊന്നും ഇല്ലാതെ കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ കാറ്റലോഗ് ത്രൂ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഡയഗ്രാം വരെ ഉണ്ട്. കണ്ട, ഡയഗ്രാം വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാനും പറ്റും. ഞാൻ മൈക്ക് നിലത്ത് വെച്ചിട്ടുണ്ട് സംസാരിച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിഡിലോ സ്റ്റുഡിയോ ആയിട്ട് വരുന്നവർക്ക് മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.